പ്രൈം ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മെയിൽ അയക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആദ്യം മൊബൈൽ ഫോണിൽ ജിമെയിൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം താഴെ റൈറ്റ് കോർണറിൽ കാണുന്ന കമ്പോസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ വിൻഡോയിൽ ഫ്രമിൻ്റെ നേരെ നമ്മുടെ ഫോണിൽ ഓപ്പൺ ആയി കിടക്കുന്ന ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ID ഓട്ടോമാറ്റിക്കായി വരും. മറ്റേതെങ്കിലും മെയിൽ ID-യിൽ നിന്നാണ് ഈ മെയിൽ നമുക്ക് അയക്കേണ്ടതെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിൽ മുൻപ് എപ്പോഴെങ്കിലുമൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഗൂഗിൾ അക്കൗണ്ടുകളുടെ IDs ഇതുപോലെ കാണാം. അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക. ടു എന്നുള്ളതിന് നേരെ റിസീവറുടെ മെയിൽ ID ആണ് കൊടുക്കേണ്ടത്. അത് നമുക്ക് പിന്നീട് കൊടുക്കാം. ഇനി അടുത്തതായി സബ്ജക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഈ മെയിൽ എന്തിനെക്കുറിച്ചുള്ളതാണോ അതാണ് അവിടെ കൊടുക്കേണ്ടത്. ചുരുങ്ങിയ വേർഡ്സിൽ സബ്ജക്റ്റ് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞാനിപ്പോൾ ലീവിന് വേണ്ടിയുള്ള ഒരു റിക്വസ്റ്റ് മെയിലാണ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് റിക്വസ്റ്റ് ഫോർ ലീവ് എന്ന് ഇവിടെ ഇപ്പോൾ ടൈപ്പ് ചെയ്യുകയാണ്. സബ്ജക്റ്റ് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ കൊടുത്താൽ നന്നായിരിക്കും, അത് നിർബന്ധമില്ല. ഇനി കമ്പോസ് ഇമെയിൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാം. ഡിയർ, ഇതുപോലെ മെയിൽ കംപ്ലീറ്റ് ഡ്രാഫ്റ്റ് ചെയ്യുക. പിന്നീട് അറ്റാച്ച്മെൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ മുകളിൽ അറ്റാച്ച്മെൻറ്റിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ലിസ്റ്റിൽ നിന്നും എവിടെയാണോ നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഫയൽ ഉള്ളത് ആ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ലൊക്കേഷൻ ഓപ്പൺ ആകും. പിന്നീട് അവിടെ നിന്നും നമുക്ക് ആവശ്യമുള്ള ഫയൽ സെലക്ട് ചെയ്തെടുക്കുക. പിന്നീട് ടുവിൻ്റെ നേരെ ആർക്കാണോ ഈ മെയിൽ നമ്മൾ അയക്കുന്നത് അവരുടെ മെയിൽ ID ടൈപ്പ് ചെയ്യുക. മുമ്പ് ഈ ഫോൺ ഉപയോഗിച്ച് നമ്മൾ അവർക്ക് മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ 2-3 ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ മെയിൽ ID താഴെ വരും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഈ മെയിലിൻ്റെ CCO, അതായത് കാർബൺ കോപ്പിയോ അല്ലെങ്കിൽ BCCയോ ബ്ലൈൻഡ് കാർബൺ കോപ്പിയോ മറ്റാർക്കെങ്കിലും അയക്കണമെങ്കിൽ റൈറ്റ് സൈഡിലുള്ള ആരോ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് CCയുടെ നേരെ CC ലഭിക്കേണ്ട ആളുടെ മെയിൽ ID ടൈപ്പ് ചെയ്യുക. അതുപോലെ BCCയുടെ നേരെ BCC ലഭിക്കേണ്ട ആളുടെ മെയിൽ IDയും കൊടുക്കുക. അത് കഴിഞ്ഞ് ഈ മെയിൽ ഒന്നുകൂടി കംപ്ലീറ്റായി ചെക്ക് ചെയ്ത ശേഷം മുകളിലെ സെൻഡ് ഐക്കൺ സെലക്ട് ചെയ്യുക. ഇങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മെയിൽ അയക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇനിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക.